ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. നമുക്ക് ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 31 അധ്യായമാണ് വിവരിക്കുവാനുള്ളത്. ജീവൻ്റെ പുനർജന്മാദി ക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഭാഗം 62 ഭാഗത്ത് നമ്മൾ സംസാരിച്ചത് അധ്യായം 31 അതിൽ മരണാനന്തരം ഒരു ജീവൻ അനുഭവിക്കുന്ന അധോഗതിയിലേക്ക് പോകുന്ന ജീവൻ്റെ അവസ്ഥകൾ, അതായത് താഴ്ന്ന ലോകങ്ങളിലേക്ക്, ഭൂമിയിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായി താഴ്ന്ന ലോകങ്ങളിലേക്ക് എത്തുന്ന ജീവൻ്റെ ആ ക്ലേശങ്ങളെക്കുറിച്ച്, നരകയാതനകളെക്കുറിച്ചായിരുന്നു വിവരിച്ചിരുന്നത്. അത് കേൾക്കാത്തവർ ആ ഭാഗം കേട്ടതിന് ശേഷം ഈ ഭാഗം കൂടി ശ്രദ്ധിക്കുക. ജീവൻ്റെ പുനർജന്മം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടാകുന്ന ആ ക്ലേശങ്ങളെക്കുറിച്ചാണ്. മരണശേഷം ഉണ്ടാകുന്ന, അതായത് നരകലോകങ്ങളിലേക്കോ സ്വർഗലോകങ്ങളിലേക്കോ ആണ് ഒരു ജീവൻ പോകുന്നതെങ്കിൽ അത് അവിടെ വരെ എത്തുവാനുള്ള സമയത്തെക്കുറിച്ചും ആ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെക്കുറിച്ചുമാണ് നരകലോകങ്ങളിലേക്ക് എത്തുന്ന ജീവൻ്റെ ക്ലേശങ്ങൾ, അതിൻ്റെ യാത്ര, അതിൻ്റെ സമയം, എത്ര സമയം കൊണ്ട് അവിടെ എത്തുന്നു എന്നൊക്കെയുള്ളതാണ് കഴിഞ്ഞ ഭാഗത്ത് വിശദമായി പ്രതിപാദിച്ചത്. ഇന്ന് നമ്മൾ വീണ്ടും ആ പുനർജന്മം ഇനി ലഭിക്കണമല്ലോ, നാം ഇവിടെ ചെയ്ത കർമ്മവാസനകൾക്കനുസരിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ഒരു ശരീരമാകുന്ന യൂണിഫോം ധരിച്ച് വരണമല്ലോ. അപ്പോൾ അതിനു മുമ്പായിട്ടുണ്ടാകുന്ന ക്ലേശങ്ങളെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഇത് കപില ഭഗവാൻ അമ്മയായ ദേവഹൂതിയോട് അരുളി ചെയ്യുന്ന മുക്തിമാർഗങ്ങളാണിത്, ജ്ഞാനമാർഗങ്ങളാണ്. ഇത് മാനവരാശിക്ക് ഭഗവാൻ സാഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായി കപില വാസുദേവൻ അവതരിച്ചു വന്ന് ഉപദേശങ്ങൾ തരികയാണ്. അപ്പോൾ ഭഗവാൻ അമ്മയോട് പറയുകയാണ്, പുണ്യവും പാപവും ഏതാണ്ട് തുല്യമായി തീരുമ്പോഴാണ് വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ആദ്യം അച്ഛൻ്റെ ശരീരത്തിലും അച്ഛനിലൂടെ അമ്മയുടെ ഗർഭത്തിലും പ്രവേശിച്ച് ജീവൻ ശരീരപ്രാപ്തി സാധിക്കുന്നു. 7 മാസമാകുമ്പോഴേക്കും ശരീര അവയവങ്ങളെല്ലാം അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പൂർണ്ണമായി തീരുന്നു. ശരീരം ജരായു കൊണ്ട് പൊതിഞ്ഞിരിക്കും. ജരായു കൊണ്ട് ശരീരം പൂർണ്ണമായിട്ടും പൊതിഞ്ഞിരിക്കും. അതിനു പുറമെ അമ്മയുടെ കുടൽ കൊണ്ട് വരിഞ്ഞു ചുറ്റപ്പെട്ടിരിക്കും. ശരീരം വളച്ച് കൈകാൽ മടക്കി അനങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധത്തിൽ അമ്മയുടെ വയറ്റിലെ ഇരിപ്പ് എത്ര ക്ലേശകരമാണ്. 7-ാം മാസം മുതൽ പ്രസവ വായു ചലിക്കുവാൻ തുടങ്ങും. അതൊന്നിച്ച് ഗർഭസ്ഥ ശിശുവും ചലിച്ചുകൊണ്ടിരിക്കും. 7-ാമത്തെ മാസത്തിൽ ബോധം, ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ബോധം ഉണ്ടാകും. അതായത് ആത്മബോധം അവിടെ ജനിക്കുന്നു. അമ്മയുടെ വയറ്റിലെ കൃമികൾ ഈ പിഞ്ചു കുഞ്ഞിനെ കടിച്ച് മുറിവേൽപ്പിക്കും. അമ്മ കഴിക്കുന്ന എരിവും പുളവും ചൂടുമൊക്കെയുള്ള ആഹാര പദാർത്ഥങ്ങളെ കൊണ്ടും അമ്മയുടെ ജഠരാഗ്നിയുടെ, അതായത് വയറിൽ പ്രവർത്തിക്കുന്ന അഗ്നിയുടെ ചൂട് കൊണ്ടും ഈ കുഞ്ഞ് വല്ലാതെ കഷ്ടപ്പെട്ട് കഴിയുന്നു. അങ്ങനെ പൂർവ്വജന്മസ്മൃതികളോടെ ഭഗവാനെ ആ 7-ാം മാസത്തിൽ ആത്മബോധം ജനിക്കുന്ന കുഞ്ഞ് പൂർവ്വജന്മസ്മൃതികളുടെ പാപകർമ്മങ്ങളെക്കുറിച്ചും പുണ്യകർമ്മങ്ങളെക്കുറിച്ചും താൻ അനുഭവിച്ചു വന്ന വഴികളിലൂടെ, കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചതിന് ശേഷം ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ച ശേഷം പിന്നെ ആ നരകയാതനകൾ അനുഭവിച്ചതിനെ കുറിച്ചുമൊക്കെ ഈ കുഞ്ഞ് ആ അമ്മയുടെ വയറ്റിൽ കിടന്ന് ബോധവാനാകും. അമ്മയുടെ വയറ്റിലെ ഓരോ അണുക്കൾ, കൃമികളൊക്കെ ഈ കുഞ്ഞിനെ കടിച്ചു പറിക്കുമ്പോൾ ഈ കുഞ്ഞ് കിടന്ന് കൈകാലിട്ടടിക്കും. അപ്പോൾ അമ്മ വിചാരിക്കും, അയ്യോ എൻ്റെ കുഞ്ഞിന് എത്ര നല്ല കുഞ്ഞെന്നെ ചവിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ സന്തോഷിക്കും. ആ കുഞ്ഞ് എന്തുകൊണ്ടാണ് അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ സ്പർശനം ഉണ്ടാക്കുന്നത്? അതിന് ആ വയറ്റിൽ ഇങ്ങനെ കുടലുകൊണ്ട് ചുറ്റി വരിഞ്ഞ് മറ്റൊരു ഉറ പോലെയുള്ള ഭാഗത്ത് ഇങ്ങനെ പൊതിഞ്ഞു മൂടി കൈകാലുകൾ ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ അത് അസ്വസ്ഥമായി കിടക്കുകയാണ്. അപ്പോഴാണ് ആ വയറ്റിനുള്ളിലെ കൃമിയും മറ്റ് ശല്യങ്ങളുമൊക്കെ ഇതിനെ കടിച്ചു പറിക്കുകയും ആ പിഞ്ച് ശരീരം, ആ ചോരക്കട്ടയല്ലേ, അത് കടിച്ചു പറിച്ച് അതിനെ വേദനിപ്പിക്കുന്നു.
അതുപോലെ തന്നെ അമ്മ ചൂടുള്ള എരിവൊക്കെയുള്ള ആഹാര പദാർത്ഥങ്ങളും വെള്ളമൊക്കെ കഴിക്കുമ്പോൾ, അതുപോലെ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പെപ്സിയൊക്കെ പോലെയുള്ള അങ്ങനെ ഇങ്ങനെ വലിയ ക്ഷാരഗുണമൊക്കെയുള്ള സാധനങ്ങളൊക്കെ അമ്മയുടെ ഉള്ളിലേക്ക് ഗർഭകാലത്ത് അതൊന്നും ഉപയോഗിക്കാനേ പാടില്ല. അധികം എരിയുള്ളതും അധികം ചൂടുള്ളതുമായ ആഹാരങ്ങളൊന്നും ഗർഭിണികൾ ഉപയോഗിക്കരുത്. ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണ് അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ആ അവിടെ കിടന്ന് പെടുന്ന പാടിൻ്റെതാണ് വയറ്റിൽ പല ചലനങ്ങളുമായി മാറുന്നത്. അത് അമ്മ ഇതറിയാതെ അമ്മ സന്തോഷിക്കും. ആ കുഞ്ഞ് ചവിട്ടുന്നു, എന്നെ നോവിക്കുന്നു, കുഞ്ഞ് ദേ അനങ്ങുന്നു, നന്നായിരിക്കുന്നു എന്നും പറഞ്ഞ് അമ്മ തുള്ളിച്ചാടും. പക്ഷേ ആ കുഞ്ഞിൻ്റെ വേദനകളാണ് പറയുന്നത്. അങ്ങനെ അവിടെ കിടന്ന് കുഞ്ഞ് പ്രാർത്ഥിച്ച് പൂർവ്വജന്മ സ്മൃതികളോടെ കിടന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുമെന്ന്, കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ആ പുറത്ത് വരുന്ന കുഞ്ഞിനെയാണ് പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ഹരിശ്രീ തൊട്ടൊക്കെ കുറേ വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ കുഞ്ഞിനെ അമ്മ എല്ലാം പഠിപ്പിച്ചെടുക്കുകയാണ്. പക്ഷേ ആ കുഞ്ഞ് എല്ലാ അറിവോടുകൂടി വരുന്നു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഒന്നും അറിയാത്ത കുഞ്ഞാണ്, പാവം കുഞ്ഞ്, നമ്മുടെ മടിയിലിരുന്ന് വളരുന്ന കുഞ്ഞ്, നമ്മുടെ പാല് കുടിച്ച് വളരുന്ന, നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞ്. നമ്മൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നു, നമ്മുടെ മുഖം വാടിയാൽ മുഖം മ്ലാനമാകുന്നു, നമ്മൾ പിച്ച വെച്ച് പഠിപ്പിക്കുന്നു, എല്ലാം അമ്മയെന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നു, അച്ഛാന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നു, ആഹാരം വാരി കൊടുക്കുന്നു, നടക്കാൻ പഠിപ്പിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ആരെയാണ് ഈ ചെയ്യുന്നത്? ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തെയാണ് ഈ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധം പൂർവ്വജന്മ സ്മൃതിയോടാണ് അതുണ്ടാകുന്നത് തന്നെ. അത് വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മടിത്തട്ടിലിരിക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞ്, അതിനൊന്നും അറിയില്ല, പാവം കുഞ്ഞ് എന്ന് നമ്മൾ പറയും. പക്ഷെ ആ പാവമായിട്ടിരിക്കുന്നതിൻ്റെ ശരീരമാണ്, ഒരു പുതിയ ശരീരം എടുത്ത് മുൻപ് മരിച്ചുപോയ, അതായത് എത്രയോ വർഷം ജീവിച്ച എക്സ്പീരിയൻസോടുകൂടി മരിച്ച ഒരു ആത്മാവാണ് ഒരു പിഞ്ച് ശരീരം എടുത്ത് പുതുതായിട്ട് വരുന്നത്. ഒരു അഴുക്കായ ഒരു ഷർട്ട് അല്ലെ ഡ്രസ്സ് നമ്മൾ അതിൻ്റെ നിറം മങ്ങിയതും അഴുക്ക് പിടിച്ചതും കറ പിടിച്ചതും ഒക്കെ കളഞ്ഞിട്ട് ഒരു പുതിയതെടുത്തിടുമ്പം ഒരു പ്രത്യേക ശോഭയല്ലേ നമുക്കുള്ളത്. അപ്പോൾ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയത്, ഇത്രയും നാളും പഴയതിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ പുതിയ വേഷത്തിൽ കാണുമ്പോൾ നന്നായിരിക്കുന്നു എന്നെല്ലാവരും പറയും. അപ്പോൾ എത്രയോ കാലങ്ങളായി ഉപയോഗിച്ച ആ ചീഞ്ഞ, അസുഖം പിടിച്ച, ജീർണിച്ച, പ്രായം ചെന്ന, ജരാനരകൾ ബാധിച്ച ആ ശരീരം ആകുന്ന ഉടുപ്പ് ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയതിടുമ്പോഴാണ് എല്ലാവരും ലാളിക്കുന്നത്. പുതിയൊരു ശരീരം എടുത്തു വരുമ്പോഴാണ് അതൊരു കുഞ്ഞു ശരീരം. അപ്പോൾ എല്ലാവരുടെയും ലാളനകൾക്കും എല്ലാവരുടെയും സന്തോഷത്തിനും ആനന്ദത്തിനൊക്കെ അത് പാത്രമാവുകയാണ് ചെയ്യുന്നത്. പുതിയ വേഷത്തിൽ നമ്മെ കാണുമ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നത് പോലെ. പക്ഷേ ആ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ആത്മാവ് എത്രയോ നമ്മളെക്കാളൊക്കെ എത്ര എക്സ്പീരിയൻസ് ഉള്ളതാകും. അതാണ് ചില അമ്മമാരൊക്കെ വെറും ഒന്നും അറിയാത്ത അമ്മമാരുടെ മക്കളൊക്കെ എന്തോ ഒരു അറിവുള്ള മക്കളായിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം നമ്മൾ വിചാരിക്കും ഈ അമ്മയുടെ അച്ഛനൊക്കെ എന്ത് അറിവുണ്ടായിരുന്നു, എന്നിട്ട് ഇവരുടെ മക്കൾ കണ്ടോ എന്ത് മിടുക്കികളും മിടുക്കന്മാരും, അല്ലെ എത്ര അറിവുള്ളവർ എന്ന് തോന്നും. കാരണം എന്താണ്? ആ അമ്മയുടെ അച്ഛൻ്റെ വല്ല ഗുണവും മേടിച്ചിട്ടാണോ അവർ വരുന്നത്? ശരീരമാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെയോ അതിനുള്ളിലിരിക്കുന്ന ബോധം എത്രയോ ജന്മം കൊണ്ട് എത്രയോ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്ത ഒരു ബോധ ചൈതന്യമാണ് അതിനുള്ളിലിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ കാണുന്ന ബയോളജിക്കലായിട്ടുള്ള അച്ഛനമ്മമാരുടെ ഗുണഗണത്തെക്കാളൊക്കെ കൂടുതൽ ഗുണങ്ങളൊക്കെ ഉള്ളത്. ചില നല്ല ഗുണമൊക്കെ ഉള്ള നല്ല അച്ഛനമ്മമാർക്കും മോശം ഗുണമുള്ള മക്കളൊക്കെ ആയിരിക്കും ജനിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ അച്ഛനമ്മമാരുടെ ഗുണമൊന്നും അവർക്ക് അതിന് കിട്ടാതെ പോകുന്നത്. അത് ചെയ്ത പൂർവ്വജന്മ കർമാർജിതമായിട്ടുള്ള ബോധം കൊണ്ടാണ് ആ കടന്നു വന്നിരിക്കുന്നത്. അത് ചെയ്ത കർമ്മഫലം അനുഭവിക്കാനാണ് ആ മോശം കർമ്മത്തിന്റെ ബാക്കിയായിട്ട് അത് വരുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് നമ്മുടെ ആ ജ്ഞാനത്തെ വികസിപ്പിച്ചാൽ, ബുദ്ധിയെ വളരെ കൂടുതലായി വികാസത്തിലേക്ക് നമ്മൾ കടത്തി വിടുമ്പോൾ, ചിന്തകളിലേക്ക് കടത്തി വിടുമ്പോൾ, കൂടുതൽ ജ്ഞാനമാർഗങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ കാണുന്ന ഒന്നിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു പരാതിയോ ഒരു പ്രശ്നമോ ഒന്നും തോന്നില്ല. ഇവിടെ നടക്കുന്നതെല്ലാം ഭഗവാന്റെ മായാവിനോദങ്ങൾ മാത്രം. ഇവിടെ നടക്കുന്നതൊക്കെ എന്നേ എഴുതപ്പെട്ട കാര്യങ്ങൾ. നാം അതിൽ വെറും കാഴ്ചക്കാരെ പോലെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻവോൾവ്മെന്റ് ഒന്നും നമ്മളായിട്ട് ചെയ്യണ്ട. നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിച്ചുകൊണ്ടിരിക്കും എത്തേണ്ട വഴിയിലേക്ക് എത്താൻ. അങ്ങനെ ആ ജഡരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരണം പ്രാപിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുവാനായി പല അവതാരങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ ഞാൻ, അല്ലയോ അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു കുഞ്ഞു പറയുവാണ്.
കർമ്മവാസനകളെ കൊണ്ട് ബദ്ധനായ ഞാൻ അഖണ്ഡസ്വരൂപനും അഖണ്ഡബോധസ്വരൂപനും അന്തര്യാമിയുമായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ശരീരത്തിൽ അഭിമാനിച്ചു കഴിയുന്ന ഞാൻ പ്രകൃതി പുരുഷന്മാർക്ക് അതീതനും പരമപുരുഷനുമായ ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാന്റെ മായാഗുണങ്ങളാൽ ബദ്ധനായി പലവിധ കർമ്മങ്ങളും ചെയ്ത് അജ്ഞാനം വളർന്ന് ആത്മബോധം നഷ്ടപ്പെട്ടുകൊണ്ട് കഴിയുന്ന എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമേ ഇനി എങ്ങനെയാണ് ആത്മജ്ഞാനം ഉണ്ടാകുക എന്ന അവസ്ഥയിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹത്താലല്ലാതെ ഇനി എങ്ങനെ എനിക്ക് ആത്മജ്ഞാനം ഉണ്ടാകും എന്നീ കുഞ്ഞ് അമ്മയുടെ വയറ്റിലിരുന്ന് ചോദിക്കുകയാണ് ഭഗവാനോട്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടേ എനിക്ക് ആത്മജ്ഞാനം ലഭിക്കൂ. അല്ലാതെ ഉള്ളവരെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയുള്ള ഭഗവത് സത്സംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, നാമജപങ്ങൾ, ഇതിലേക്കൊക്കെ വരാൻ ഏതൊരു വ്യക്തി തുനിഞ്ഞിറങ്ങുന്നോ അവരെ എല്ലാം ഭഗവാൻ അനുഗ്രഹിക്കുന്നവരാണ്. ഭഗവാന്റെ അനുഗ്രഹമില്ലാത്ത ഒരു ജീവി പോലും ഇതൊന്നും കേൾക്കില്ല, ഇതിലൊന്നും രസിക്കില്ല, രുചിക്കില്ല. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് ആത്മജ്ഞാനം ലഭിക്കൂ എന്നീ കുട്ടി ആകുന്ന ബോധമിരുന്ന് ഭഗവാനോട് പറയുകയാണ്. അതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നാ പറയുന്നത്. അല്ലാതെ ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും ആഡംബര ജീവിതവും വിദ്യാഭ്യാസവും വലിയ ലോകവും തുറന്നു തരണേ എന്നല്ല കുഞ്ഞിന്റെ പ്രാർത്ഥന. ആ ലോകത്തെക്കുറിച്ചും കുഞ്ഞിനറിയാം. ആ ലോകത്ത് അനുഭവിച്ച ദുരന്തങ്ങളുടെ ഫലമായിട്ടാണ് വീണ്ടും അത് ജന്മമെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിരുന്ന് പറയുകയാണ്, എനിക്ക് അങ്ങയുടെ ജ്ഞാനത്തിലേക്ക്, അങ്ങയെക്കുറിച്ച് അറിയാൻ, ആത്മാവിനെക്കുറിച്ച് അറിയാൻ, അതാണ് ആത്മജ്ഞാനം. ആത്മാവാരാ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധം. അതിനെക്കുറിച്ച് അറിയുവാൻ അവിടുത്തെ അനുഗ്രഹം തരണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇനി ഞാൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോയി പരമമായ ആനന്ദത്തിൽ ലയിച്ചു ചേർന്ന് കർമ്മത്തിന്റെ നാശം വരുത്തി ഇനിയും ഈ ജനിമൃതികളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഭഗവാനെ എന്ന് കുഞ്ഞ് പറയുകയാണ്. കുഞ്ഞാണെങ്കിലും അതിലിരിക്കുന്ന എത്രയോ ഈ പ്രപഞ്ചം ഉണ്ടായ അത്രയും നാളത്തെ ആത്മചൈതന്യമാണ്. അതിന് വയസ്സില്ല. ഒരു പുതിയ ശരീരത്തിനാണ് നമ്മൾ വയസ്സ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഭൂതവർത്തമാന ഭാവിയിലെ ജ്ഞാനം തന്ന് അനുഗ്രഹിച്ച അല്ലയോ ഭഗവാനെ, അതായത് ഭൂതകാലത്തെയും ഭാവി കാലത്തിലെയും വരാനിരിക്കുന്ന വർത്തമാനത്തിലെയും, അതുകൊണ്ടാണല്ലോ കുഞ്ഞു പറഞ്ഞ എനിക്ക് ആത്മജ്ഞാനം തന്ന് എന്നെ അനുഗ്രഹിക്കണേന്ന് ഭൂമിയിലെത്തുന്നതിന് മുമ്പ് തന്നെ. ആത്മജ്ഞാനം ഭാവിയിലെ ജ്ഞാനം തന്ന് അനുഗ്രഹിച്ച അല്ലയോ ഭഗവാനെ, സംസാര താപത്തിൽ നിന്ന്, സംസാരതാപം ഭൗതിക ജീവിതത്തിന്റെ വിഷമം, സംസാര താപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഭക്തിയോട് അങ്ങയെ ഭജിക്കുന്നു എന്ന് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞു പറയുകയാണ്. അമ്മേ, ഞാൻ എൻ്റെ ഭൂമിയിലെ ജീവിതം സുഗമമാക്കുവാൻ ഞാൻ അങ്ങയെ ഭജിക്കുന്നു എന്ന്. ഈ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് വല്ല ബോധമുണ്ടോ? എത്ര അമ്മമാര്, ഗർഭിണികളായിട്ടിരിക്കുന്ന അമ്മമാര് ഭജിക്കുന്നുണ്ട്. പക്ഷെ ആ വയറ്റിൽ കിടന്ന കുഞ്ഞ് ഭജിക്കുകയാണ് ഭഗവാനെ. അമ്മയുടെ വയറ്റിനുള്ളിൽ ജഡരാഗ്നിയുടെ ചൂടും കൊണ്ട്, മലമൂത്രങ്ങളുടെ ദുർഗന്ധം കൊണ്ട് ക്ലേശിച്ച് കഴിയുന്ന എന്നെ എന്നാണ് കാരുണ്യത്തോടുകൂടി മാതൃഗർഭമാകുന്ന ഈ തടവറയിൽ നിന്നൊന്ന് മോചിപ്പിച്ച് തരിക ഭഗവാനെ എന്ന് കുഞ്ഞു ചോദിക്കുകയാണ്. അമ്മയുടെ ഈ ജഡരത്തിൽ കിടന്നുകൊണ്ട്, അതോ ഈ ജഡരത്തിന്റെ അഗ്നിയുടെ ചൂട്, ജഡരാഗ്നിയുടെ ചൂട്, നമുക്ക് വിശക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ നിന്ന് അഗ്നേയ ഗ്രന്ഥികളിൽ നിന്ന് ചൂടുണ്ടാകുമ്പോഴാണ് വിശപ്പ് സഹിക്കാൻ വയ്യാതെ നാം നെട്ടോട്ടം ഓടി കയ്യിൽ കിട്ടുന്ന ആഹാരമൊക്കെ കഴിക്കാനൊക്കെയുള്ള ഒരു ആവശ്യകത വരുന്നത്. അപ്പോൾ ആ ചൂട് ആദ്യം അനുഭവിക്കുന്നത് വയറ്റിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞല്ലേ. ആ കുഞ്ഞ് ആ ചൂട് കൊണ്ടും പിന്നെയോ അമ്മയുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മലമൂത്രങ്ങളുടെ ദുർഗന്ധം കൊണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മലമൂത്രങ്ങളുടെ ദുർഗന്ധം കൊണ്ടും ക്ലേശിച്ച് കഴിയുന്ന എന്നെ അവിടുന്ന് എന്നാണ് കാരുണ്യത്തോടുകൂടി ഈ മാതൃഗർഭത്തിൽ നിന്നൊന്ന് പുറത്തെത്തിക്കുന്നത് ഭഗവാനെ എന്ന്. ഈ 7 മാസമായ കുഞ്ഞും 9 മാസം ആകുന്നവരത്തേക്കും ആ 3 മാസത്തെ കാലയളവ് എന്ന് വെച്ചാൽ 3 ജന്മത്തെ പാപങ്ങളാണ് അതിൽ കിടന്ന് നശിപ്പിക്കുന്നത്. നമ്മൾ കരുതും 3 മാസമല്ലേ, 90 ദിവസമല്ലേ ഇനി ആയി കഴിഞ്ഞാൽ കുഞ്ഞ് പുറത്ത് വരുമല്ലോ എന്ന്. 7, 8, 9 3 മാസം കഴിയുമ്പോൾ. പക്ഷേ ആ കുഞ്ഞിന് ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഓരോ യുഗത്തെ പോലൊക്കെയാണ് അതിന് തോന്നുന്നത്. 3 ജന്മങ്ങളിൽ, ഒരു ജന്മത്തിൽ 80 വയസ്സ് വെച്ച് മിനിമം ജീവിച്ചാൽ തന്നെ ഒരു 260 വർഷത്തെയൊക്കെയാണ്
240 അത്രയും വർഷം ജീവിച്ചതിൻ്റെ പാപങ്ങളൊക്കെയാണ് അത് ആ വയറ്റിൽ കിടന്ന് അനുഭവിക്കുന്നത്. അതിന് അത്രയും ദൈർഘ്യമായിട്ട് തോന്നും. 10 മാസം പ്രായമായ എനിക്ക് ഈ ബോധം തന്നനുഗ്രഹിച്ച ഭഗവാന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുക? ഇപ്പൊ 10 മാസത്തിനുള്ളിൽ അമ്മയുടെ ജഡരത്തിൽ നിന്ന് പുറത്തു വരും. ഇത്രയും മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ ബോധം തന്നല്ലോ ഭഗവാനെ, ആത്മജ്ഞാനം വേണമെന്നുള്ള ആഗ്രഹം തന്നല്ലോ, അവിടുത്തെ മാത്രം ശരണം പ്രാപിക്കാൻ എനിക്ക് കഴിയുന്നല്ലോ, ആ അനുഗ്രഹം തന്നല്ലോ ഈ 10 മാസത്തിനുള്ളിൽ തന്നെ. അതിന് തന്നെ ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ഞാൻ അങ്ങേക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്ന കുഞ്ഞാണ് പിന്നീട് പുറത്തു വന്ന് ആ കുഞ്ഞ് സമൂഹവുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട്, ലോകങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈ കരഞ്ഞു പ്രാർത്ഥിച്ച ഭഗവാനെ എവിടെയെങ്കിലും തപ്പുമോ? ഇല്ല. ആ ഭഗവാനിൽ നിന്ന് എത്രയെത്ര ബഹുദൂരം പിന്നിട്ട് വീണ്ടും മുമ്പ് ചെയ്ത കർമ്മങ്ങളെക്കാളും മോശകർമ്മങ്ങളിലേക്കൊക്കെ ചെന്ന് വ്യാപരിച്ച് ശരീരം നശിച്ച് വീണ്ടും ആത്മരൂപത്തിൽ ഭഗവാനോട് യാചിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു സൈക്ലിക് ഒരു പ്രോഗ്രാമാണ്. ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് ജനിമൃതി ചക്രത്തിൽ. അപ്പോൾ ഈ കരഞ്ഞു പ്രാർത്ഥിച്ച കുഞ്ഞ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ സത്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാന്റെ സേവ ചെയ്ത് ഏത് കർമ്മങ്ങളും ഭഗവത് സേവയായി ചെയ്ത് ആത്മജ്ഞാനത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങുന്ന ഇതിൽ എണ്ണാവുന്ന മനുഷ്യരെങ്കിലും ഉണ്ടല്ലോ ഭൂമിയിൽ. അവരാ ആത്മബോധത്തോടു കൂടി തന്നെയാണ് ഭൂമിയിൽ ജനിക്കുന്നത്. നമ്മുടെ ശ്രീ ശുക മഹർഷി, വ്യാസഭഗവാന്റെ മകൻ, അതുപോലെ തന്നെ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദികൾ, ഇവരൊക്കെ ആത്മജ്ഞാനത്തോടു കൂടി ജനിച്ച് അതേ ജ്ഞാനത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ശരീരബോധം ഇല്ലാത്തവര്, ശിശുക്കളെ പോലെ എന്നും ഇരിക്കുന്നവര്, എന്നും 5 വയസ്സും 10 വയസ്സും കിശോരഭാവവും ഒക്കെ ആയിട്ട് കഴിയുന്നവർ. അവർക്ക് അതിനപ്പുറത്തേക്കുള്ള ജീവിതത്തെക്കുറിച്ച് ഉള്ള ബോധമൊന്നുമില്ല. ആ കുട്ടിയായിട്ട് തന്നെ നിഷ്കളങ്ക രൂപത്തിൽ തന്നെയാണ് അവർ കഴിയുന്നത്. നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വളർന്നവർക്കാണ് അവർ വസ്ത്രം ഇട്ടിട്ടില്ലല്ലോ, അവർക്ക് ശരീരബോധം ഇല്ല, അവർക്കൊരു നാണോ ഇല്ലേ എന്നൊക്കെ തോന്നുന്നത്. നമ്മുടെ നാഗസന്യാസിമാർ കുംഭമേളയിൽ വരുമ്പോൾ നമ്മൾ സാധാരണ ലൗകികരാണ് കണ്ടിട്ട്, അയ്യോ അവർ വസ്ത്രം പോലും ധരിക്കാത്ത കുറേ സന്യാസിമാർ അവിടെ കിടന്ന് സ്നാനം ചെയ്യുന്നിടത്തല്ലേ കുംഭമേള എന്ന് പറയുന്നതെന്ന്. ആ സന്യാസിമാരും നാഗന്മാരും അഘോരികളുമാകാൻ അവർ ജീവിതത്തിൽ ത്യജിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരെ വളരെ ബഹുമാനം, അവരുടെ പാദരേണുക്കളിൽ പോയി കിടന്ന് ഉരുളാൻ തോന്നും. നമ്മൾ വല്ല യോഗ്യതയുണ്ടോ അവരെക്കുറിച്ച് സംസാരിക്കാൻ? അവരെ കാണാനുള്ള അർഹത വല്ലതും നമുക്കുണ്ടോ? പിന്നെ അല്ലേ അവരെക്കുറിച്ച് സംസാരിക്കാൻ? അവർ ജീവിതം അവർ ജീവിതം എന്ന് പറയുന്നത് അവർ ഭഗവാനോടുള്ള സേവ മാത്രമാണ്. പരമമായ മോക്ഷത്തിന് വേണ്ടി, അതിനുവേണ്ടി, അത് നാടിൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഒക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന, ആ ലോക നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന മനുഷ്യർ ഈ കുംഭമേളയുടെ സമയം ആകുമ്പോൾ രാശിചക്രപ്രകാരം സൂര്യനും ചന്ദ്രനും വ്യാഴനും ഒക്കെ ഒരേപോലെ സന്ധിക്കുന്ന സമയങ്ങളിലാണ് അവർ അവരുടെ ഗുഹകളിൽ ഇറങ്ങി, അവർക്കത് അറിയാം, അല്ലാതെ കലണ്ടറിൽ നോക്കിയൊന്നും അല്ല അവർ വരുന്നത്. ഇറങ്ങി വന്നിട്ട് ലോകനന്മയ്ക്ക് വേണ്ടിയാണ് അവരാ തീർത്ഥസ്നാനങ്ങളിൽ വന്ന് പെടുന്നത്. അപ്പോൾ അവിടെ സന്നിഹിതരാകുന്ന ആത്മജ്ഞാനത്തിന് വേണ്ടി ഇറങ്ങി ചെല്ലുന്നവർ മാത്രമേ കുംഭമേളയിൽ വരൂ, അല്ലാതെ വരുന്നവർ കച്ചവടക്കാരൊക്കെയാണ്. ഈ ചെല്ലുന്ന തീർത്ഥങ്ങളാടാൻ ചെല്ലുന്ന ഏതൊരു ആത്മാവും ഒരേ ലക്ഷ്യത്തിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവരെ ഒന്ന് കാണാനും അവരുടെ അനുഗ്രഹങ്ങളും അവരുടെ പാദസ്പർശവും ഒരു പാദ നമസ്കാരം ഒക്കെ ലഭിച്ചാൽ നമ്മുടെ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച പാപബോധം, ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കൂമ്പാരം, ഇതിൻ്റെ എല്ലാ ശൽക്കങ്ങളാണ് അവിടെ അഴിഞ്ഞു വീണ് ആ സ്നാനത്തിൽ പൂർണ്ണമായിട്ടും ലയിച്ചു പോയി ഒരു പുതിയ ജീവനായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെ ഭൗതികത്തിൽ ജീവിച്ച് ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് ചിന്തിക്കുന്നവർക്കും തോന്നുന്നവർക്കും അവർക്ക് വായിൽ തോന്നുന്നതും കണ്ണിൽ കാണുന്നതും വിളിച്ചു പറയാവുന്ന ആത്മീയ പാരമ്പര്യമല്ല ഭാരതത്തിൻ്റേത്. ഭാരതത്തിൻ്റെ സനാതനധർമ്മം വൈവിധ്യമാർന്നതാണെന്ന് പറയുന്നത് ഈ തരുണത്തിലാണ് ഓർക്കേണ്ടത്. അല്ലാതെ വൈവിധ്യമാർന്ന ഭാഷയും വൈവിധ്യമാർന്ന മതങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളും ആഹാരങ്ങളും കൊണ്ടല്ല ഭാരതം വൈവിധ്യമാർന്നത്. വൈവിധ്യമാർന്ന സനാതനധർമ്മ ചിട്ടകളുണ്ട്, ആചാരങ്ങളുണ്ട്, പല വിധത്തിലുള്ള സന്യാസി മാർഗങ്ങൾ, ആത്മാവിനെ അന്വേഷിക്കുന്ന, തേജസ്സിനെ അന്വേഷിക്കുന്ന വിവിധ മാർഗങ്ങൾ, അതിനെയാണ് വൈവിധ്യം എന്ന് പറയുന്നത്. ആ വൈവിധ്യത്തിൻ്റെ സമ്മേളനമാണ്, ഏകത്വമാണ് കുംഭമേള പോലെയുള്ള മഹാ സത്സംഗങ്ങളിൽ
ആത്മീയമായ കൂട്ടായ്മകളിൽ ഉണ്ടാകുന്നത്. വീണ്ടും നമുക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ ആ ക്ലേശങ്ങളിലേക്ക് തന്നെ, അതിൻ്റെ പ്രാർത്ഥനയിലേക്ക് തന്നെ പോകാം. അപ്പോൾ 10 മാസം പ്രായമായ എനിക്ക് ഈ ബോധം അനുഗ്രഹിച്ചു തന്ന ഭഗവാന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടതെന്ന് കൂപ്പുകൈയോടുകൂടി കുഞ്ഞ് ആ അമ്മയുടെ ഗർഭത്തിലിരുന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശരീരങ്ങളിലെ ജീവൻ ശീത ഉഷ്ണങ്ങളെയും വിശപ്പ്, ദാഹം എന്നിവയെയും സുഖദുഃഖങ്ങളെയും അറിയുവാനുള്ള ബുദ്ധിയേ ഉള്ളൂ. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഉള്ള ജീവന് സുഖദുഃഖങ്ങളെയും വിശപ്പ്, ദാഹം തുടങ്ങിയവയൊക്കെ അറിയാനുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ജീവന് മാത്രമേ സുഖദുഃഖങ്ങൾക്കും ശീത ഉഷ്ണങ്ങൾക്കും വിശപ്പ്, ദാഹം എന്നിവയ്ക്കും പുറമേ തന്നിൽ അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന ഈശ്വരനെ അറിയുവാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യജന്മം ശ്രേഷ്ഠമായ ജന്മമാണ്. ഈശ്വരനെ അറിയുവാനുള്ള ബുദ്ധി, ആ ജ്ഞാനം കൂടി നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. എൻ്റെ ഭഗവാനെ, എന്തെല്ലാം ക്ലേശങ്ങളുണ്ടെങ്കിലും അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ നെന്തിരിവടിയെ ഓർമ്മിക്കുവാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ. ഭൂമിയിൽ ജനിച്ചു വീഴുന്നതോടെ മായ പിടികൂടുമെന്നതിനാൽ അവിടുത്തെ മറക്കാനിടയായിത്തീരും എന്ന് കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിലിരുന്ന് ആലോചിക്കുകയാണ്. അതോടെ ശരീര അഭിമാനം വളർന്ന് മിഥ്യാ സ്വരൂപങ്ങളായ പ്രപഞ്ച വസ്തുക്കളിൽ സത്വബുദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ മിഥ്യയായിട്ടുള്ള പ്രപഞ്ച വസ്തുക്കളിൽ ആണ് എൻ്റെ സത്വം എന്നുള്ള അഭിമാനബോധം ഉണ്ടാകുന്നു മായ പിടികൂടി കഴിയുമ്പോൾ. പിന്നീട് ഈ മിഥ്യാവസ്തുക്കളെ സമ്പാദിക്കാനായി പലവിധ കർമ്മങ്ങളും ചെയ്യുവാൻ തുടങ്ങും. കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാനായി ജനന മരണ സ്വരൂപമായ സംസാരത്തെ ആവർത്തിച്ചനുഭവിക്കുവാനും കാരണമായി തീരുന്നു. അപ്പോൾ ആ ഭൂമിയിലേക്ക് വന്ന് ഒരു ജീവൻ പിറന്നതിന് ശേഷം മായ അതിനെ ബാധിക്കുന്നതോടുകൂടി ശരീര അഭിമാനം വളർന്ന് പല കർമ്മങ്ങളും ചെയ്ത് ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാനായി വീണ്ടും ജനന മരണ സ്വരൂപമായ സംസാര ബന്ധത്തെ തന്നെ ആശ്രയിച്ച് അനുഭവിക്കുന്നതിന് കാരണമായി തീരും. അങ്ങനെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇവിടുന്ന് കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങളായി നമ്മൾ ഇവിടുന്ന് ഓരോന്നും ആർജിച്ച് കൊണ്ടുപോകുന്നത്. അതിനാൽ ഞാൻ ജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവമേ എന്ന് കുഞ്ഞു പറയുകയാണ്. വീണ്ടും ഞാൻ അമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചാൽ വീണ്ടും മായ ബാധിച്ച് ഇവിടുത്തെ ശരീരബോധത്തിൽ ഇവിടെ കാണുന്നതൊക്കെയാണ് സത്യം എന്ന് വിചാരിച്ച് അതിനെ നേടിയെടുക്കുവാൻ വേണ്ടി വൃഥ ഞാൻ പല കർമ്മങ്ങളും ചെയ്ത് ആ കർമ്മങ്ങളുടെ ഫലമനുഭവിക്കുവാൻ വീണ്ടും വീണ്ടും ഈ സംസാര ചക്രത്തിൽ വന്ന് പിറക്കും. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകണ്ട ദൈവമേ, ഭഗവാനെ എന്ന് കുഞ്ഞു പറയുകയാണ്. ഞാൻ അതുകൊണ്ട് ജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഗർഭ ഉദരത്തിൽ തന്നെ ഇരുന്ന് ഈശ്വര ഭജനത്തിലൂടെ ഭക്തിയെ വളർത്തി മനസ്സിനെ ശുദ്ധമാക്കി തീർത്ത് ആത്മജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ നിന്ന് ഞാൻ സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊള്ളാം. അപ്പോൾ കുഞ്ഞിൻ്റെ ചിന്തകളാണിതെല്ലാം. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശിശുവിനെ 10 മാസം പൂർത്തിയാകുമ്പോൾ പ്രസവവായു ബലാത്കാരേണ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് എനിക്ക് പുറത്ത് വരേണ്ട, അമ്മയുടെ ഗർഭത്തിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ജനിമൃതി ചക്രത്തിൽ നിന്ന് മോചനം നേടിക്കൊള്ളാം. പുറത്തേക്ക് വന്നാൽ എന്നെ മായ ബാധിച്ച് വീണ്ടും ഞാൻ പലവിധ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളുടെ ഫലമനുഭവിക്കാൻ വീണ്ടും വീണ്ടും ജനിച്ച് പാപിയായി തീരുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇനി ജനിക്കണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് നാമം ജപിച്ച് ഭജനം ചെയ്ത് ഈശ്വര പാദത്തിലേക്ക് എത്തുവാൻ ഞാൻ ശ്രമിച്ചു കൊള്ളാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എന്ത് സംഭവിക്കുന്നു? ഈ പ്രസവ വായു കൊണ്ട് കുഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് യൂട്രസിലുള്ള ആ പ്രസവ വായു ശക്തമായി ഇത് കുഞ്ഞിൻ്റെ ആ വളർച്ച പൂർത്തിയാകുമ്പോൾ ഈ വായു അതിനെ വളരെ ബലാത്കാരേണ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളും. അങ്ങനെയാണ് അമ്മയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നത്.
ആ വായുവിൻ്റെ തള്ളൽ കൊണ്ടാണ്. അപ്പോൾ ഈ അമ്മ മാത്രമല്ല വേദന അനുഭവിക്കുന്നത്, കുഞ്ഞിനും അതിശക്തമായ വേദനയാണ്. ആ വേദന എത്രത്തോളം വലുതാണെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അങ്ങനെ തള്ളിവിടുന്ന കുഞ്ഞ് വളരെ വേദനയോടെയാണ് ആ കുഞ്ഞിൻ്റെ ജനനം എന്നതിനാൽ പിറന്നു വീഴുന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന ആ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് വെറും ഒരു പ്രാകൃത ശിശുവായി തീർന്ന് കരയുന്നു. അപ്പോൾ ഈ വേദനയുടെ കാഠിന്യം കൊണ്ട് ആ പ്രസവ വായുവിൻ്റെ ശക്തമായ തള്ളലിലൂടെ അകത്ത് ചുരുണ്ടുകൂടിയിരുന്ന ആ കുഞ്ഞ് ഒരു ചെറിയ സൂക്ഷ്മ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അനുഭവിക്കുന്ന തീവ്ര വേദന കാരണം ഈ കുഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന ആ ആത്മജ്ഞാനം അങ്ങ് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അത് വേറൊരു ലോകത്തിലേക്ക്, ആ വേദനയിലൂടെ പുറത്തെ ലോകത്തേക്ക് വരുമ്പോൾ അതുവരെയും ഞാൻ എന്തായിരുന്നു ചിന്തിച്ചത്, ഞാൻ ആരായിരുന്നു, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ ആരുടെ ഭാഗമാണെന്നൊക്കെ എല്ലാ കുഞ്ഞിനറിയാമായിരുന്നു. പക്ഷെ ഇത്രയും കഠിനമായ വേദന സഹിച്ചപ്പോൾ അവനൊരു ആ കുട്ടി ഒരു വേറൊരു ലോകത്തായിപ്പോയി. ആ വേദനയുടെ കാഠിന്യം കൊണ്ട് അതിന് യാതൊന്നും അറിയാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ആ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ആ വേദന കൊണ്ടാണ്, ആ ശക്തമായ വേദന കൊണ്ടാണ് ആ കുഞ്ഞ് ആ കരച്ചിൽ കരയുന്നത്. അങ്ങനെ വെറും കരഞ്ഞും ചിരിച്ചുമൊക്കെ നടക്കുന്ന ഒരു വെറും പ്രാകൃത ശിശുവായി കുഞ്ഞ് തീരുന്നു. ആത്മബോധത്തോടെ അമ്മയുടെ വയറ്റിലിരുന്ന കുഞ്ഞ് തൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി പലതും സഹിച്ചും അനുഭവിച്ചും കൊണ്ടുള്ള അസ്വതന്ത്രമായ ശൈശവ ജീവിതം എത്ര ക്ലേശകരമാണ്. കുഞ്ഞിൻ്റെ ഇഷ്ടത്തിന് ആണോ കുഞ്ഞ് എൻ്റെ ആ ശൈശവം കടന്നു പോകുന്നത്? എപ്പോഴും അതിൻ്റെ തന്നെ മലമൂത്രങ്ങളിൽ മലിനമായ കിടക്കയിലാണ് അത് കിടക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ അതിന് കഴിയുന്നില്ല. ആരെങ്കിലും വന്ന് എടുത്താൽ മാത്രമേ അതിനെ പൊക്കിയെടുത്ത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയുള്ളൂ. ആ സ്വയം മലമൂത്രം നടത്തിയതിന് ശേഷം മുതിർന്നവർ വന്ന് അമ്മ വന്ന് അതിൻ്റെ വേഷം മാറ്റി അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുമ്പോഴേ ഉള്ളൂ. ഇതുതന്നെയല്ലേ നമ്മുടെ ഈ വാർദ്ധക്യത്തിൽ സംഭവിക്കുന്നത്? വാർദ്ധക്യത്തിൽ അതുകൊണ്ടാണ് രണ്ടാം ബാല്യമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണ് വാർദ്ധക്യത്തെ പറയുന്നത്. വാർദ്ധക്യം ബാധിക്കുന്നവർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കിടക്കാൻ കഴിയാതെ അവർ മലമൂത്രങ്ങളൊക്കെ അവിടെ തന്നെ വിസർജനങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ അതൊക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ശിശു ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്നു. വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞവരെ നമ്മൾ മനസ്സോടെയൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒരു ശിശു ആകാനുള്ള തയ്യാറെടുപ്പാണ് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ശരീരം കാണിക്കുന്നത്. ആ വാർദ്ധക്യവും കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ശിശുവായി, ആ ശൈശവം കഴിഞ്ഞ് ബാല്യം, കൗമാരം, യൗവനവും കഴിഞ്ഞു, വാർദ്ധക്യം ബാധിച്ചു. അടുത്ത ശിശു ആകാനുള്ള തയ്യാറെടുപ്പാണ് ആ ബാല്യത്തിൽ, ആ ശൈശവത്തിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും മരണം സംഭവിച്ച് വീണ്ടും ശിശു ആവുകയാണ് ചെയ്യുന്നത്. ആ ശിശുവിനെയാണ് വീണ്ടും ഇങ്ങനെയൊക്കെ ഓരോ ഗൃഹത്തിൽ വരുമ്പോൾ നമ്മൾ താലോലിച്ച് വളർത്തുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു നിരന്തരമായ ഒരു പ്രോസസ്സാണ്, തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. ഇതൊക്കെയാണ് ജീവിതം. എന്നിട്ട് ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഭൂമിയിൽ വന്ന ഒരു ശരീരം എടുത്തതിന് ശേഷം ഇവിടെ കാണിക്കുന്ന കാഴ്ചകളും കർമ്മങ്ങളും ഒക്കെയാണ് നമ്മുടെ ബോധത്തിലേക്ക് സേവിങ് ആയിട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ സമ്പാദ്യമാണ് ആ കർമ്മങ്ങളെക്കുറിച്ചുള്ള, ആ കർമ്മങ്ങളിലൂടെ കിട്ടുന്ന അനുഭവങ്ങളും എക്സ്പീരിയൻസും പിന്നെ നമുക്ക് കിട്ടുന്ന ആ ബോധം. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബോധത്തിലേക്ക് കൊടുക്കുന്ന നല്ല നല്ല ഡെപ്പോസിറ്റുകൾ, ആ കർമ്മത്തിൻ്റെ നല്ല ഫലങ്ങൾ, നമ്മളിവിടെ എല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ആ അനുഭവങ്ങൾ, പരിചയങ്ങൾ കൊണ്ടാണ് നാം ഓരോന്നും ചെയ്തു കൂട്ടിയിട്ട് അതിൻ്റെ നന്മയും തിന്മയും നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ് അത് അനുഭവിക്കുന്നത്. പലരും പല കാര്യങ്ങളും, മുതിർന്നവരും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ പറഞ്ഞാലും ചില കുട്ടികൾ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടേ അത് അനുഭവിച്ചിട്ടേ അതിൻ്റെ ശരിയും തെറ്റും വേർതിരിക്കുകയേ ഉള്ളൂ എന്ന് വാശി പിടിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികളാണ് പിന്നെ അടുത്ത തലമുറയായി, മുതിർന്നവരായി സഞ്ചിത കർമ്മവുമായി പോകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ സ്വയം എക്സ്പീരിയൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഓരോ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ മോശ കാര്യങ്ങളിൽ പോയി ചെന്ന് വീഴും, മുതിർന്നവർ പറഞ്ഞാലും മനസ്സിലാക്കാതെ. അങ്ങനെ വീണ് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന തിന്മയോ അല്ലെങ്കിൽ നന്മയോ അതൊക്കെ അവർ സ്വയം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു നിൽക്കുന്നവർ ഞാൻ എത്ര പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും അത് ചെയ്തില്ലേ എന്നോർത്ത് കണ്ടു നിൽക്കുന്നവർ വെറുതെ വിഷമിക്കുകയാണ്. അവരവരുടെ കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അത് അവരോട് ചുറ്റിയുള്ള മറ്റുള്ളവർ, ബോധമുള്ളവർ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് കണ്ട് വിഷമിക്കാതിരിക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യമില്ല ഇതിനെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഓരോരുത്തരും അവനവന്റെ കർമ്മമാണ് ചെയ്യുന്നത്. ആ മറ്റുള്ളവർ പറഞ്ഞാൽ അത് മനസ്സിലാക്കി ചെയ്യുന്ന ബോധമുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അവർ ആ കർമ്മം ചെയ്യാതെ മുതിർന്നവർ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വീണ്ടും തെറ്റ് ചെയ്ത എക്സ്പീരിയൻസിലേക്ക് പോകില്ല. അത് അത്രയും ഉയർന്ന ബോധതലമുള്ള കുട്ടികളായിട്ട് വരുന്ന അടുത്ത ജന്മങ്ങൾ. അപ്പോൾ ആ ബോധതലത്തിൽ അല്ലാത്തത് കൊണ്ടാണ് അവർ സ്വയം തെറ്റിലേക്ക് ചെന്ന് ചാടുന്നത്. ആ ചാടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നന്മയും തിന്മയും സ്വയം അനുഭവിച്ച് ജീവിക്കുന്നത്. അപ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മൾ വെറും കാഴ്ചക്കാരാണ്. നമ്മൾ ഈ ലോകത്തെ വെറുതെ 2 കണ്ണുകൊണ്ട് കാണുകയും ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുകയും ചെയ്താൽ മാത്രം മതി. നമ്മുടെ കാര്യങ്ങൾ ഇതെല്ലാം ഒന്നും നമുക്ക് തോന്നുന്നതാണ്. നമുക്ക് ആ മായ പ്രകൃതിയിൽ പെടുന്നത് കൊണ്ട് ഇതെല്ലാം നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർ, സമൂഹം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ ചെയ്യുന്നതെല്ലാം നമുക്ക് അനുഭവിക്കുന്നു. ഞാനിതൊക്കെ എനിക്കിങ്ങനെ വിഷമം വന്നല്ലോ, അവരെ കൊണ്ട് വന്നല്ലോ, ഇവരെ കൊണ്ട് വന്നല്ലോ എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുകയാണ്. ഇതൊന്നും നമ്മെ ബാധിക്കുന്നില്ല. സ്വതന്ത്രമായി ചിന്തിക്കൂ. ഓരോരുത്തരും അവനവന്റെ കർമ്മമാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിച്ചാൽ, അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊടുത്താൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതൊന്നും വന്ന് ബാധിക്കുകയില്ല. അപ്പോൾ ഈ കുഞ്ഞ് ഗർഭത്തിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ആ കുഞ്ഞിന്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ പ്രാകൃത ശിശുവായി മാറിയിട്ട് അസ്വതന്ത്രമായ ഭൂമിയിൽ ജനിച്ചിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം അനുഭവിക്കുന്നു. അതുപോലെ ഭൂമിയിൽ വന്നതിന് ശേഷം അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ അമ്മയുടെ വയറ്റിലെ കൃമികളൊക്കെ അതിനെ കടിച്ചു നോവിച്ചു. പുറത്തേക്ക് വരുമ്പോൾ ഈച്ചയും കൊതുകും പേനും ഒക്കെ ആ കുഞ്ഞിനെ ബാധിക്കുന്നു. കൊതുകൊക്കെ കുത്തി, അല്ലെങ്കിൽ ഈച്ച വന്ന് ഇരിക്കുകയോ പേനൊക്കെ അതിൻ്റെ തലയിലുണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ കടി കാരണം ഈ കുഞ്ഞ് കിടന്ന് കരയുന്നു. പിന്നെയോ ബാലാരിഷ്ടങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഇതിനെ ബാധിക്കുന്നു. ഈ വയറ്റിൽ കിടന്നപ്പോൾ ആ ക്ലേശവേ ഉള്ളായിരുന്നു. പുറത്തു വന്നപ്പോൾ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാം ഈ കുഞ്ഞിനെ ബാധിച്ചിട്ട് പല അസുഖങ്ങളായിട്ട് അത് മാറി അന്നേരം കിടന്ന് കരയുകയും വിഷമിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും രോഗത്തിനുള്ള മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ കുട്ടിക്കാലത്ത്. എന്ത് സുഖമാണ് ഈ കുഞ്ഞിന് കുട്ടിക്കാലത്തുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്രമേണ ശൈശവം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ബാല്യ കൗമാരങ്ങളിലേക്ക് കുഞ്ഞെത്തിച്ചേരുന്നു. ചാബല്യം കാരണമായിട്ട് അച്ഛനമ്മമാരുടെയും ജ്യേഷ്ഠന്റെയും ഗുരുനാഥന്മാരുടെയും മുതിർന്നവരുടെയും ഒക്കെ അവരുടെ എല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാല്യമല്ലേ നടക്കുന്നത്. കൊച്ചുകുട്ടി അവിടെ അവന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവന് ഓടുമ്പോൾ ചാടരുത്, ഓടരുത്, അങ്ങനെ ചെയ്താൽ അടി, ഇങ്ങനെ ചെയ്താൽ പിച്ച് കിട്ടി, അങ്ങനെ കുഞ്ഞ് കരയുന്നു, നിയന്ത്രണം വരുന്നു. നമ്മളുടെ ഇഷ്ടത്തിന് അതിനെ ഒരു ബൗണ്ടറിയാക്കി അതിൽ വളർത്തുന്നു. ആ കുഞ്ഞിന്റെ ഇഷ്ടം വല്ലതും നടക്കുന്നുണ്ടോ? ആ കുഞ്ഞിന്റെ ഇഷ്ടം കാണിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നിയന്ത്രിച്ച് നമ്മുടെ ഒരു ഇട്ടാവട്ടത്തിലുള്ള ഒരു സർക്കിളിലാക്കി ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരും. അപ്പോഴും ആ കുഞ്ഞിന് വല്ല സ്വാതന്ത്ര്യവുമുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഏതോ ഒരു കുഞ്ഞിന്റെ കാര്യമല്ല. നമ്മളും ഒരു കുട്ടിയായിരുന്നില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ എന്ത് സുഖമാണ് നമ്മൾ അനുഭവിച്ചത്? അമ്മയുടെ വയറ്റിൽ കിടന്ന് വല്ല സുഖം അനുഭവിച്ചോ? ശൈശവത്തിൽ വല്ല സുഖം അനുഭവിച്ചോ? അത് കഴിഞ്ഞ് ബാല്യ കൗമാരങ്ങളിൽ എന്തെങ്കിലും സുഖം അനുഭവിച്ചോ? പഠനത്തിന്റെ കാഠിന്യം, ഓരോ നിയന്ത്രണങ്ങൾ, ശിക്ഷകൾ, അങ്ങനെയുള്ള അഭ്യാസമുറകളിലൂടെയൊക്കെ ഭാരം വഹിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ ബാല്യവും കൗമാരവും എല്ലാം. ഇങ്ങനെ ക്രമേണ യൗവനത്തിൽ എത്തിച്ചേരുന്നു. അതിനൊക്കെ ശേഷം ഇപ്രകാരം ഒരു ജന്മത്തിലെ യൗവനം മുതൽ അടുത്ത ജന്മത്തിലെ യൗവനം വരെയാണ് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നത് എന്നാണ് ഇവിടെ കപില ഭഗവാൻ അമ്മയോട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കൊണ്ട് നമുക്ക് ആ ശൈശവത്തിൻ്റെ അതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അരിഷ്ടതകൾ, ആ കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അത് പുറത്തു വരുമ്പോഴുണ്ടാകുന്ന ക്ലേശങ്ങൾ, ആ കുഞ്ഞിൻ്റെ യഥാർത്ഥത്തിൽ അത് അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ആ ബോധം, ആത്മജ്ഞാനം, പരിപൂർണമായ ജ്ഞാനം, അതായത് ഈ ഭൂമിയിലേക്ക് വന്നില്ലല്ലോ, വന്നു കഴിയുമ്പോഴാണ് ജ്ഞാനം നഷ്ടപ്പെടുന്നത്, മായയിലേക്ക് വന്ന് പിറന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ആണ് ഈ ഭാഗത്ത് നമ്മൾ വിവരിച്ചത്. ഇത് മനസ്സിലാക്കുക. സ്വന്തം ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണെന്ന് എല്ലാവരും കരുതുന്നത്. ഒരു സംഭവം അല്ലെന്ന് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും.
വെറുതെ കുറച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അത് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ തന്നെ അനുഷ്ഠിക്കുവാൻ വേണ്ടി നാം വീണ്ടും 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 ഇവിടെ ഒരു നാടകം ഇങ്ങനെ അഭിനയിച്ച് പോവുകയാണ്. അതിലെ കുറച്ച് റോളുകൾ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ ആരുടെയെങ്കിലൊക്കെയോ തലയിൽ കെട്ടി വെച്ചിട്ട് അവരുടെ കുറ്റം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത്, ഇവരുടെ കുറ്റം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്ന് ആരെയും ശപിക്കാനും ആരെയും കുറ്റപ്പെടുത്തുവാനും നമ്മുടെ കർമ്മങ്ങളെ ചൊല്ലി വിഷമിക്കാനും ഒന്നും കാരണമല്ല. കാരണം അതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നാം ചെയ്ത കർമ്മം അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ജനിക്കുന്നു. ഇതാരുടെയും കുറ്റം കൊണ്ടല്ല. കുറ്റപ്പെടുത്തുവാൻ ആരെയും നമ്മൾ കാണിച്ചു കൊടുക്കുകയല്ല, അതിൻ്റെ ആവശ്യമേ വരുന്നില്ല. എല്ലാ കർമ്മങ്ങളും താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരൂ എന്ന് മനസ്സിലാക്കി ശാന്തമായി ജീവിക്കുക, സ്വസ്ഥതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴെല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.